പാമ്പുകൾ പേടിസ്വപ്നമായി മാറുന്ന കാലത്ത് പൈവളികയിൽ ലെങ്കിനെടുക്കയിൽ ഉബൈദ് മുസ്ലിയാർ ആളുകൾക്ക് ആശ്വാസത്തിന്റെ രക്ഷകനാകുന്നു. ഏതു സാഹചര്യത്തിലുള്ള പാമ്പിനെയും നിമിഷങ്ങൾക്കകം വരുതിയിലാക്കുന്ന ഇദ്ദേഹത്തിന്റെ വിരുദ് അപാരമാണ്. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഉയർന്ന ഗുണനിലവാരം, തികഞ്ഞ വിശ്വസ്തത, ജനതാ പാൽ. പാമ്പുകളെ കണ്ടാൽ പേടിക്കുന്നവരാണ് പലരും. എന്നാൽ അല്പം ആലങ്കാരികമായി പറഞ്ഞാൽ പാമ്പുകൾക്ക് തന്നെ പേടിസ്വപ്നമായി മാറുന്ന ഒരാളാണ് പൈവളിക ഗ്രാമപഞ്ചായത്തിലെ ലെങ്കിനെടുക്ക സ്വദേശിയായ ഉബൈദ് മുസ്ലിയാർ. ഇപ്പോൾ ഓരോ ദിവസവും നിരവധി പേരാണ് പാമ്പിനെ പിടിക്കാനായി ഇദ്ദേഹത്തിൻ്റെ സഹായം തേടുന്നത്. വീടിനകത്തോ കിണറ്റിനോ പാമ്പിനെ കണ്ടാൽ ഈ മേഖലയിലുള്ളവർക്ക് ആദ്യം ഓർമ്മ വരുന്നതും ഉബൈദ് മുസ്ലിയാരെ തന്നെയാണ്. ഏത് പാതിരാത്രിയിൽ വിളിച്ചാലും ഇല്ല എന്നൊരു വാക്ക് ഇദ്ദേഹത്തിൽ നിന്നും കേൾക്കേണ്ടി വരില്ല എന്നതാണ് ഇവരുടെ എല്ലാം ആശ്വാസം. ഫോൺ കോൾ ലഭിച്ച് നിമിഷങ്ങൾക്കകം തന്നെ വാഹനവുമായി ഇദ്ദേഹം സ്ഥലത്തെത്തും. കഴിഞ്ഞ ഒരു ദിവസം മാത്രം ഇദ്ദേഹം പിടികൂടിയത് 5ഓളം പാമ്പുകളെയാണ്. ഇതിൽ 2 പാമ്പുകളെ വീടിനുള്ളിൽ നിന്നും 3 എണ്ണത്തിനെ വീട്ടുവളപ്പിൽ നിന്നുമാണ് പിടികൂടിയത്. പാമ്പുകളെ പിടിക്കുന്നതിൽ മാത്രമല്ല, കിണറുകളിലും മറ്റും വീണുപോകുന്ന ജീവികളെ രക്ഷിക്കുന്നതിലും ഇദ്ദേഹം മുന്നിലുണ്ടാകും. പലപ്പോഴും തൻ്റെ സുരക്ഷയേക്കാൾ മറ്റുള്ളവരുടെ ജീവൻ രക്ഷിക്കുന്നതിനും ഭയം അകറ്റുന്നതിനുമാണ് ഇദ്ദേഹം മുൻഗണന നൽകുന്നത്. പാമ്പിൻ്റെ വിഷയത്തിൽ ഇപ്പോൾ ഞാൻ കുറേ വർഷങ്ങളായി, 35 വർഷമായെങ്കിലും ലൈസൻസ് കിട്ടിയിട്ട് കുറച്ച് വർഷമായിട്ടുള്ളൂ. അപ്പോൾ ഏതായാലും എത്ര ലൈസൻസ് കിട്ടിയാലും അബദ്ധവശാൽ പാമ്പിൻ്റെ കടി കിട്ടാം. നിമിഷങ്ങൾ വെറും ഒരു നിമിഷം മതി ശ്രദ്ധ മാറിയാൽ പാമ്പിൻ്റെ കടി കിട്ടും. അത്രയും ഡേഞ്ചറാണ് പാമ്പ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിൽ 100-ലധികം പാമ്പുകളുണ്ട്. പക്ഷേ അതിൽ ഡേഞ്ചേഴ്സായ 4 പാമ്പുകളാണ്. സ്വേസ്കേഡ് വൈപ്പർ എന്ന് പറഞ്ഞ ഒരു വൈപ്പറുണ്ട്, അതായത് ചുരുട്ട മണ്ടലി. മറ്റൊന്ന് വൈപ്പർ മണ്ടലി, ഒന്ന് മൂർക്കൻ, മറ്റൊന്ന് ശംഖുവരൻ എന്ന് പറഞ്ഞ പാമ്പാണ്. 100-ലധികം പാമ്പുകൾ കേരളത്തിലുണ്ടെങ്കിലും ഡേഞ്ചേഴ്സ് ഫോറായ 4 പാമ്പുകളെയാണ് ശ്രദ്ധിക്കേണ്ടത്. പ്രത്യേകിച്ച് ഈ 2 മാസങ്ങളിൽ, ഈ ലാസ്റ്റ് മഴയോടടുത്ത 2 മാസങ്ങളിൽ പാമ്പുകൾ വെള്ളം തേടിയും ഭക്ഷണം തേടിയും അതുപോലെ തന്നെ സ്വസ്ഥമായ സമാധാനത്തിന് വേണ്ടിയും വീട്ടിൻ്റെ പരിസരത്ത് അല്ലെങ്കിൽ കിടപ്പ് മുറിയിൽ എല്ലാം എത്തിപ്പെടാൻ വളരെയധികം സാധ്യതയുണ്ട്. നാട്ടുകാർക്കൊരു ആപത്ത് വരുമ്പോൾ സഹായിക്കേണ്ടത് നമ്മുടെ കടമയാണെന്നും ഓരോ ജീവനും വിലപ്പെട്ടതാണെന്നതുമാണ് അന്നും ഇന്നും ഉബൈദ് മുസ്ലിയാർ പറയുന്നത്. ന്യൂസ് ബ്യൂറോ, ഉപ്പള.